ചരിത്രത്തിലെ ഒരു ലോകകപ്പ് ഒറ്റ കളിക്കാരന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് 1986 മെക്സിക്കോ ലോകകപ്പാണ്. കാരണം ആ ടൂർണമെന്റ് കണ്ടത് ഫുട്ബോൾ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ഒന്നിനാണ്. അതെ, പറഞ്ഞു വരുന്നത് അയാളെ കുറിച്ച് തന്നെയാണ്, ഡിയാഗോ അർമാൻഡോ മറഡോണ. ഒരു നായകന്റെ എല്ലാ സവിശേഷതകളോടും കൂടി വിവാദങ്ങളുടെ നിഴലിൽ നിന്നുകൊണ്ട് വെള്ളിത്തിളക്കമുള്ള കപ്പ് തന്റെ രാജ്യത്തേക്ക് എത്തിച്ച ഇതിഹാസത്തിന്റെ കഥയാണ് 1986. ദൈവത്തിന്റെ കൈയായും നൂറ്റാണ്ടിന്റെ ഗോളായും മെക്സിക്കോ സിറ്റിയിലെ എസ്താദിയോ അസ്റ്റക്കെ സ്റ്റേഡിയത്തെ അയാൾ മാറ്റിമറിച്ചു. ലോകകപ്പിലെ ഏറ്റവും വികാര നിർഭരമായ പോരാട്ടമായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നത്. കളി 51-ാം മിനിറ്റിൽ നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വിവാദമായ ഗോളിന് ആസ്റ്റക്കെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. സ്റ്റീവ് ഹോഡ്ജിന്റെ പ്രതിരോധ പിഴവിൽ പന്ത് ഇംഗ്ലണ്ടിന്റെ ബോക്സിലേക്ക് ഉയർന്നു വന്നു. ഗോളിയുടെ തലക്ക് മുകളിലായി പന്തിനായി ചാടിയത് മറഡോണയായിരുന്നു. ഉയരക്കൂടുതലുള്ള ഗോൾ കീപ്പർ പീറ്റർ ഷെൽട്ടനെ കബളിപ്പിച്ച് തന്റെ ഇടം കൈകൊണ്ട് മറഡോണ പന്ത് വലയിലേക്ക് കുത്തിയിട്ടു. ഒറ്റ കാഴ്ചയിൽ അയാൾ ഹെഡർ ചെയ്തതാണെന്ന് ആർക്കും തോന്നും. റഫറിമാരും അങ്ങനെ കരുതി കാണണം. ഗോൾ അനുവദിച്ചു. ഇംഗ്ലീഷ് താരങ്ങളുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ അർജന്റീനയും മറഡോണയും ആഘോഷം തുടങ്ങിയിരുന്നു. ഇന്നുള്ളത് പോലുള്ള വീഡിയോ റഫറിംഗ് സംവിധാനം ഇല്ലാത്തതിനാൽ വിധിയെ പഴിക്കുക മാത്രമേ ഇംഗ്ലണ്ടിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കളിക്ക് ശേഷം മറഡോണ ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആ ഗോൾ പിറന്നത് തന്റെ തല കൊണ്ടാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിന്റെ കൈ കൊണ്ടാണ്. ഈ ഒരൊറ്റ പ്രസ്താവനയിൽ ആ ഗോൾ പിന്നീട് ദൈവത്തിന്റെ കൈ എന്ന പേരിൽ ഫുട്ബോൾ ലോകത്ത് പ്രശസ്തമായി. എന്നാൽ താൻ ഒരു ചതിയൻ മാത്രമല്ല, ഫുട്ബോൾ ജീനിയസ് കൂടെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മറഡോണയ്ക്ക് 4 മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു. ആദ്യ ഗോളിന്റെ വിവാദം കെട്ടടങ്ങും മുമ്പേ 55-ാം മിനിറ്റിൽ അത് സംഭവിച്ചു. സ്വന്തം പകുതിയിൽ നിന്നും പന്ത് സ്വീകരിച്ച ആ കുറിയ മനുഷ്യൻ ചരിത്രത്തിലേക്ക് ഓടിക്കയറി. 1ഉം 2ഉം 3ഉമല്ല, 5 ഇംഗ്ലീഷ് താരങ്ങളെയും ഗോൾ കീപ്പർ പീറ്റർ ഷെൽട്ടനെയും തന്റെ കാലുകളിലെ അവിശ്വസനീയമായ മാന്ത്രികത കൊണ്ട് മറഡോണ കബളിപ്പിച്ചു. തളരാത്ത കാലുകളും മിന്നൽ വേഗത്തിലുള്ള ചിന്തകളും. പന്ത് വലയിലെത്തുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടിരുന്നു. ഫിഫ പിന്നീട് ഈ ഗോളാണ് നൂറ്റാണ്ടിന്റെ ഗോളായി തിരഞ്ഞെടുത്തത്. ഒരു കളിക്കാരന്റെ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കലയുടെയും പൂർണ്ണരൂപമായിരുന്നു ആ ഗോൾ. ക്വാർട്ടർ ഫൈനലിലെ ആ തീപ്പൊരി പ്രകടനത്തിന് ശേഷം മറഡോണ പിന്നോട്ട് പോയില്ല. സെമി ഫൈനലിൽ ശക്തരായ ബെൽജിയത്തിനെതിരെയും മറഡോണ 2 കിടിലൻ ഗോളുകൾ നേടി അർജന്റീനയെ ഫൈനലിൽ എത്തിച്ചു. ഫൈനലിൽ എതിരാളികൾ കരുത്തരായ പശ്ചിമ ജർമ്മനി ആയിരുന്നു. ജർമ്മൻ പ്രതിരോധം മറഡോണയെ പൂട്ടാൻ ശ്രമിച്ചെങ്കിലും മത്സരത്തിന്റെ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പ്രതിഭ വീണ്ടും ജ്വലിച്ചു. 2-2 എന്ന സ്കോറിൽ കളി മുന്നോട്ട് പോകുമ്പോൾ 84-ാം മിനിറ്റിൽ ജർമ്മൻ പ്രതിരോധം ഭേദിച്ച് മറഡോണ നൽകിയ മാന്ത്രിക പാസ് ജോർജെ ബ്രൂച്ചാക വലയിലെത്തിച്ചു. ഡിയാഗോ അർമാൻഡോ മറഡോണ എന്ന 25-കാരന്റെ തോളിലേറി അർജന്റീന തങ്ങളുടെ ചരിത്രത്തിലെ 2ാം ലോക കിരീടം നേടി. ടൂർണമെന്റിലുടനീളം 5 ഗോളുകളും 5 അസിസ്റ്റുകളുമായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച മറഡോണ ഗോൾഡൻ ബോൾ പുരസ്കാരവും സ്വന്തമാക്കി. 1986 ലോകകപ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എന്നതിലുപരി ഡിയാഗോ മറഡോണ എന്ന പ്രതിഭാസത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ഫുട്ബോളിന്റെ എല്ലാ ഭാവങ്ങളും ഒരുമിപ്പിച്ച് നിർത്തിയതിന്റെയും കഥയാണ്. വിവാദങ്ങളും അത്ഭുതങ്ങളും ഒരുപോലെ നിറഞ്ഞ ആ ലോകകപ്പ് പ്രകടനം തന്നെയാണ് അദ്ദേഹത്തെ ദൈവപുരുഷൻ എന്ന് ഫുട്ബോൾ ലോകം വിളിക്കാൻ കാരണം.